അഡീനിയം നിറയെ പൂവിടാനായിട്ടുള്ളൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അഡീനിയം നടുമ്പോൾ നല്ല വെയിലുള്ള ഒരു സ്ഥലം നോക്കി സെലക്ട് ചെയ്യുക. 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം നമ്മൾ അഡീനിയം ചെടി വെക്കേണ്ടത്. അഡീനിയത്തിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് നന്നായിട്ട് വെള്ളം ഒലിച്ചു പോകുന്ന രീതിയിലുള്ളൊരു പോട്ടി മിക്സ് ആയിരിക്കണം. വെള്ളം ഒട്ടും തന്നെ ചട്ടിയിൽ കെട്ടിക്കിടക്കാൻ പാടില്ല. ഗാർഡൻ സോയിലും മണലും അതുപോലെ കമ്പോസ്റ്റും ചേർന്നിട്ടുള്ള പോട്ടി മിക്സ് നമുക്ക് തയ്യാറാക്കാം. ഒപ്പം തന്നെ ചട്ടിയിൽ നല്ല ഹോളിട്ട് കൊടുക്കുക. വെള്ളം കറക്റ്റായിട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ അഡീനിയത്തിൻ്റെ പ്ലാന്റ് വെച്ച് കൊടുക്കാനായിട്ട്. പിന്നെ അഡീനിയത്തിന് കൊടുക്കേണ്ട വളം എന്ന് പറഞ്ഞാൽ എല്ലുപൊടി കൊടുക്കാം. മാസത്തിൽ ഒരിക്കൽ ആ ചട്ടിയുടെ വലിപ്പം നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള അളവിൽ എല്ലുപൊടി കൊടുക്കാം. പിന്നെ എപ്സം സോൾട്ട്, ഇത് വളരെ നല്ലതാണ് അഡീനിയം പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി. എപ്സം സോൾട്ട് കൊടുക്കുമ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കരുത്, ചെടി മൊത്തത്തിൽ കരിഞ്ഞു പോകാനായിട്ട് ഇടവരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂൺ എടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എപ്സം സാൾട്ട് 1 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ചെടിച്ചട്ടിയിൽ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആ കടക്കയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇലയിലാണ് സ്പ്രേ ചെയ്യുന്നതെങ്കിൽ നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ 1/2 ടീസ്പൂൺ മാത്രം. അഡീനിയത്തിൽ നമ്മൾ ഡെയിലി നനയ്ക്കേണ്ടതില്ല. നമ്മൾ ഡെയിലി നനച്ചു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് ചീഞ്ഞ് പോകാനൊക്കെ ഇടവരും. മണ്ണ് ഉണങ്ങിയെന്ന് തോന്നുമ്പോൾ, മുകളിൽ മണ്ണ് ഡ്രൈ ആയെന്ന് തോന്നുമ്പോൾ മാത്രം ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്താൽ മതി. അഡീനിയത്തിൽ എല്ലായ്പ്പോഴും നിറയെ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ ആദ്യം പൂക്കൾ ഉണ്ടായ കൊമ്പ് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊമ്പിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗിസൈഡ്, സാഫ് എന്തെങ്കിലും ഒന്ന് തേച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും. കൊമ്പ് നമ്മൾ ഇടയ്ക്ക് മുറിച്ച് കൊടുത്താൽ മാത്രമേ അഡീനിയത്തിൽ പുതിയ കൊമ്പുകൾ വരെയും അതിൽ നിറച്ച് മുട്ടുകളും പൂക്കളും ഉണ്ടാവുകയും ചെയ്യുള്ളൂ. അപ്പോൾ അഡീനിയത്തിന് പ്രൂണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൂക്കൾ ഉണ്ടായതിനു ശേഷം ആ തണ്ട് എന്തായാലും മുറിച്ച് മാറ്റി അതിൽ സാഫ് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ചെടി ചെയ്യാതെ ഒരുപാട് കാലം നിലനിൽക്കും. കമ്പൊക്കെ മുറിച്ച് പുതിയ കമ്പുകൾ വന്ന് അതിൽ നിറച്ച് ഇലകൾ വരുമ്പോൾ പ്രാണിശല്യം കൂടുതലായിട്ടുണ്ടാവും. നമ്മുടെ ഇലകളൊക്കെ പുഴുക്കൾ തിന്നാനായിട്ട് വരും. ആ സമയം നീം ലീഫിൻ്റെ സ്പ്രേയോ മഞ്ഞൾ സ്പ്രേയോ എന്തെങ്കിലും ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ മുറിച്ച് മാറ്റുന്ന കൊമ്പുകൾ ഉണ്ടല്ലോ, നിറയെ പൂവിട്ടതിന് ശേഷം ഇതുപോലെ നിറയെ പൂവിട്ട് ആ പൂ പോയതിന് ശേഷം നമുക്ക് ആ കൊമ്പ് മുറിച്ച് മാറ്റിയാൽ പുതിയ ശാഖകൾ വരെയും അതിൽ നിറച്ച് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുള്ളൂ. ആ മുറിച്ച് മാറ്റുന്ന കൊമ്പുകൾ നമുക്കൊരു പുതിയ പ്ലാന്റ് ആക്കി മാറ്റാം. അതിന് നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. ആ കൊമ്പ് എടുത്തിട്ട് ജസ്റ്റ് ചകിരിച്ചോറുണ്ടല്ലോ, ചകിരിച്ചോറിൽ കുത്തിവെച്ചാൽ മതി. ഒരു പോട്ട് എടുക്കുക, അതിൽ കുറച്ച് ചകിരിച്ചോറ് എടുക്കുക, അതിനുശേഷം ഈ കൊമ്പൊന്ന് കുത്തിവെക്കുക. ജസ്റ്റ് വെള്ളം ഒന്ന് മുകളിൽ തളിച്ചു കൊടുക്കുക. കുറച്ച് ദിവസത്തിനുള്ളിൽ എന്തായാലും ഈ കൊമ്പുകളൊക്കെ പിടിച്ചു കിട്ടും. അപ്പോൾ നമ്മൾ ചകിരിച്ചോറിൽ കുത്തിവെക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് സാഫ് എടുത്തിട്ട് ആ മുറിച്ച ഭാഗത്ത് ഒന്ന് തേച്ചിട്ട് വേണം ചകിരിച്ചോറിൽ കുത്തിവെക്കാൻ. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഒരുപാട് അഡീനിയത്തിൻ്റെ തൈകൾ ഉണ്ടാക്കാൻ പറ്റും. ഒപ്പം തന്നെ ഇതിൻ്റെ വിത്തിന്നും നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കാം. ഒരുപാട് കെയർ ഒന്നും കൊടുക്കാതെ തന്നെ നല്ല വെയിലുള്ള ഒരു സ്ഥലത്ത് വെച്ചാൽ മാത്രം നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ അഡീനിയം. ഇനി നിങ്ങൾക്ക് ഈ പ്ലാന്റിനെ ഒട്ടും കെയർ ചെയ്യാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ 2 കാര്യം മാത്രം ശ്രദ്ധിക്കുക. നല്ല വെയിലുള്ളിടത്ത് വെക്കുക, അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കുക. അങ്ങനെ തന്നെ ചെയ്താൽ മാത്രം മതി ഈ പ്ലാന്റിൽ നിറയെ പൂക്കളുണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ.